നിന്റെ പേരെന്താണ്? ശാന്താദേവി. നിന്റെ പേരെന്താണ്? പ്രമീളാദേവി. പ്രമീളാദേവി. അയ്യോ, ശാന്താദേവി, പ്രമീളാദേവി, ദേവിമാരെ ദേവന്മാരെ തേടി ഇറങ്ങിയിരിക്കുകയാണല്ലേ. അവന്റെ ഒരു സ്നേഹമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ. അല്ല, ഞാൻ ഉള്ളിലേക്കല്ലേ പോകുന്നത്? അതെ, ഉള്ളില് അങ്ങനെ സ്റ്റേജാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന വീഡിയോ തികച്ചും വ്യത്യസ്തമായ മേഖലയിൽ നിന്നാണ്. 15 വർഷങ്ങൾക്ക് ശേഷം ഒരു കൊച്ചു നാടകത്തിൽ ഒരു കൊച്ചു റോൾ ചെയ്യാനുള്ള അവസരമുണ്ടായി. ആ നാടകത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രചന സംവിധാനം വിനോദ് നാരായണൻ, അതിൻ്റെ ലൈറ്റ് ചെയ്തിരിക്കുന്നത് വിനോഷ് നന്മ, സംഗീതം മിഥുൻ മലയാളം, അവതരണം ലെഫ്റ്റ് എൻട്രി ഫൗണ്ടേഷൻ. രംഗത്ത് വിനോദ് നാരായണൻ, നാരായണൻ തിരൂർ, ജയദീപ്, JPM ജിക്കാവ്, വിനോഷ് നന്മ, മണി മിനാലൂർ, വിദ്യാധരൻ, ഷീല, ശ്രീലക്ഷ്മി. പ്രിയമുള്ളവരെ, മാനിപുരം ശിവാനന്ദൻ, ആൻ്റണി മാസ്റ്റർ, ഈ 2 നാടകക്കാരുടെ കഥ പറയുന്ന ഒരു നാടകമാണ്. നാടകം നെഞ്ചിലേറ്റി നടന്ന അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന പ്രണയവും നൈരാശ്യവും അതുപോലെ തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളും ചേർത്താണ് ഈ നാടകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതാനും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ നാടകം ചെയ്തത്. വെറും 5 ദിവസത്തെ റിഹേഴ്സൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടാതെ സാങ്കേതിക സഹായത്തിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി നമുക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മേക്കപ്പ്, ലൈറ്റിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിലെ ആക്ടേഴ്സ് മാറി മാറി ചെയ്യേണ്ടി വന്നു. പിന്നെ മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷൂട്ട് നടന്നത് നമ്മൾ മൊബൈൽ ഫോണിലാണ്. അപ്പോൾ ഈ ആക്ടേഴ്സ് തന്നെ അവരുടെ സമയം, ആക്ടിങ് സമയം കഴിഞ്ഞ് ബാക്കി സമയത്ത് പോയി എടുത്തിട്ടുള്ള ചില ക്ലിപ്പിങ്സുകളാണ്. അതും സൈഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നാടകത്തിൻ്റെ ഒരു പൂർണ്ണമായ ഒരു ചിത്രം നമുക്ക് കിട്ടില്ല. സൈഡിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. എന്തായാലും നല്ല രീതിയിൽ ഞങ്ങൾക്ക് അത് അവതരിപ്പിക്കാൻ സാധിച്ചു. നിലമ്പൂരെ പാട്ടുത്സവത്തോടനുബന്ധിച്ച്, നിലമ്പൂർ ഫെസ്റ്റിനോടനുബന്ധിച്ചാണ് ഈ പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റിയത്. 4-8 മണിക്കൂർ യാത്ര, പിന്നെ അവിടെ വെച്ച് വണ്ടിയിൽ വെച്ചിട്ടുള്ള റിഹേഴ്സൽ, പരസ്പരം പറഞ്ഞ് ഡയലോഗ് പഠിക്കൽ, അങ്ങനെയൊക്കെ ആയിട്ട് വളരെ രസകരമായൊരു അന്തരീക്ഷത്തിൽ കൂടെ ഒരു നാടകം ഞങ്ങൾക്ക് അവതരിപ്പിച്ച് അത് വിജയത്തിലെത്തിക്കാനായിട്ട് സാധിച്ചു. എന്തായാലും പ്രിയ കാണികൾക്ക് വേണ്ടി അതിൻ്റെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ലെഫ്റ്റ് എൻട്രി ഫൗണ്ടേഷൻ അവതരിപ്പിക്കുന്നു നാടകം സ്മരണിക. ഉണ്ണുമ്പോൾ ഞാൻ ഉണ്ടാതിരിക്കണം, ഉറങ്ങുമ്പോൾ ഞാൻ ഉണർന്നിരിക്കണം. എന്റെ കേശവനായ സ്നേഹിക്കണം. അനേകായിരം തങ്കമണികൾ കിലുങ്ങും വണ്ണം അത് കേട്ടപ്പോ എന്റെ ഹൃദയം 100,000 ചെറു കഷണങ്ങളായി ചിതറിയതുപോലെ. അവൾ ചോദിക്കുന്നത് കേട്ടു, ഒരെണ്ണം തരുമെന്ന്. അവളെ ഞാൻ എന്താ ചെയ്യ? കെട്ടിപ്പിടിച്ച് ഞെരി ചുമ്മ വെച്ച് ശ്വാസം മുട്ടിച്ച് പിന്നല്ലാതെ. ഞാനീ പൂക്കളെല്ലാം നുള്ളിയെടുത്ത് തലയിൽ വെക്കാൻ പോവുകയാണ്. എവിടെ? മുടിക്കെട്ട്? അല്ല, പിന്നെ എന്റെ ഹൃദയത്തിനുള്ളിൽ, ബ്ലൗസിനുള്ളിൽ. അവിടെ എന്റെ ചുംബനങ്ങളുണ്ട്. ഞാൻ മതിലിൽ ചാരി നിന്നു. ഞാനീ മതിലിൽ ചുംബിക്കുന്നുണ്ട്.
അവൾ പറഞ്ഞു, ഇതാ കൈ, തടവി ശരിയാക്ക്. ഞാൻ മതിലിൽ ചുംബിക്കുന്നുണ്ട്, തലോടുന്നുമുണ്ട്. അവൾ പറഞ്ഞു, ഞാൻ മതിലിൽ നെഞ്ചമർത്തി അമർത്തി ചുംബിക്കുന്നുണ്ട്. മതിലിന് ചോരയും നീര് വെച്ച് കാണില്ല. പക്ഷെ മതിൽ പലതും കേട്ടു, പലതും കണ്ടു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ വായുവിനെ, നാം ശ്വസിക്കുന്ന ഈ വായുവിനെ, നീയുള്ള ഈ മഹാപ്രപഞ്ചത്തെ, കള്ളനായിന്റെ മക്കളെ, എനിക്കറിയോ നീ ഇവിടെ തന്നെ കാണുന്നു. അതിന് ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് പറയുക. എടാ, ഏതാണ് ഇട്ടത്? എടി, ഇങ്ങോട്ട് പറയുന്നത്. നിന്റെ പേരെന്താണ്? ശാന്താദേവി. നിന്റെ പേരെന്താണ്? പ്രമീളാദേവി. പ്രമീളാദേവി. അയ്യോ, ശാന്താദേവി, പ്രമീളാദേവി, ദേവിമാരെ, ദേവന്മാരെ തേടി ഇറങ്ങിയിരിക്കുകയാണല്ലേ. നിനക്കൊക്കെ കാശിന് വകയില്ലാത്ത നാടകവും കളിച്ചു നടക്കുന്ന ഈ നായിന്റെ മക്കൾ മാത്രം കിട്ടിയോ? ഇവിടെയൊക്കെ എന്നെ പോലെ എത്രയോ പേരുണ്ട് ആണുങ്ങളായിട്ട്. നീ പോയിരുന്നോടി? എസ്ഐമാനെ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. എന്താണ് പറയുന്നത്? ഞങ്ങൾ ആത്മോദയം ഗ്രൂപ്പിന്റെ നാടക പ്രവർത്തകരാണ്. ഈ സമൂഹത്തോടുള്ള ഞങ്ങളുടെ കടപ്പാട് ഞങ്ങൾ നാടകത്തിലൂടെ നിർവഹിക്കുന്നു എന്ന് മാത്രം. കടപ്പാട് നടു റോട്ടിൽ നാട്ടുകാരെ ദാഹം തീർക്കാൻ നിന്റെ പ്രത്യേക നാടകത്തിലെ നായികമാർ മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിലെ നായികമാരാണ്. എന്താണാവോ വിരുന്ന്? നടു റോട്ടിൽ കിടപ്പ നിന്റെയൊക്കെ അപ്പന്റെ വകയാണ്. ഇന്നത്തെ ജനറൽ ബോഡി യോഗത്തിൽ മാനിപുരം ശിവാനന്ദൻ അനുസ്മരണം ഞാൻ സൂചിപ്പിക്കുന്നു. ഇന്നത് എങ്ങനെയെങ്കിലും തീരുമാനമാക്കി നമുക്ക് ഏറ്റെടുക്കണം. സതീശൻ സാറിനെ കണ്ട് വിവരങ്ങൾ ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ അദ്ദേഹം പറഞ്ഞേ? എടോ ആരെ, ഞാനൊരു കെട്ട് കെട്ടിയപ്പോ ഈ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കുറ്റിയിലടിച്ച പശുവിനെ പോലെ നിന്ന് കറങ്ങല്ലേ. നാടക പ്രസ്ഥാനത്തിന്റെ ഉയരായിരുന്ന അമ്മാവന്റെ പേരിൽ ഒരു പരിപാടിയെ കുറിച്ച് ആലോചിക്കാൻ ആർക്കെങ്കിലും ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഊർജവസന്തം സംഭരിച്ചു വെക്കുന്ന നീലക്കുറിങ്ങിയെ പോലെ ഒരു വ്യാഴവട്ടം കഴിഞ്ഞപ്പോഴല്ലേ ഈ സ്മരണകളുടെ കാരണച്ചുള്ള പൂക്കലിറങ്ങുന്നത്.
12ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അരങ്ങിന്റെ ഇതിഹാസമായിരുന്ന മാനിപുരം ശിവാനന്ദന്റെ അനുസ്മരണം അവാർഡ് അമരാവതി കോളനിയിലേക്ക് കോർപ്പറേഷനിൽ നിന്ന് പതിച്ചു കിട്ടിയ മാനിപുരം ശിവാനന്ദൻ റോഡ് ഇത്രയൊക്കെ പോരടോ. സ്വതന്ത്രരായ രണ്ട് മനുഷ്യരും ഏറ്റവും സ്വതന്ത്രരായ രണ്ട് ഇരകളും മാഷേ, മിത്രത്തിൽ നിനക്കൊരു കണ്ണു വേണം. പച്ച ചിരിയുമായി സൂക്ഷിക്കുന്നുണ്ടവൻ. കൂരിരുട്ടിന്റെ മറവിൽ കൃപാണം. എനിക്കൊന്നേ പറയാനുള്ളൂ, മിത്രത്തേക്കാൾ ബന്ധുവിനെ വിശ്വസിക്കാൻ തൊഴിലിടോ. ശരിയാണ്. മാനിപുരം ശിവാനന്ദൻ കൂടപ്പിറപ്പോ സുഹൃത്തോ യഥാർത്ഥ വേട്ടക്കാരാണ്. കലാകാരനെ നിരന്തരം കുറിപ്പിച്ചു നിർത്തുന്നത് ആനന്ദം കണ്ടെത്തുന്ന ആരാധക വൃന്ദം തന്നെയല്ലേ യഥാർത്ഥ വേട്ടക്കാർ. ആരാധകരുടെ ചീനച്ചട്ടിയിൽ വെന്തു തീരേണ്ട ജന്മങ്ങൾ, മദ്യപിക്കാത്ത നേരങ്ങളിൽ വിശപ്പ് കൊണ്ട് പൊറുതിമുട്ടുന്നത് വിസ്മരിക്കുന്ന ആരാധക കൂട്ടം. വീട്ടിൽ പാർക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്കറിയൂ. ഒന്നുമില്ലാത്തവരുടെ ഈ ഞങ്ങളുടെ നെഞ്ചിലെത്തി ആരും